ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 29-30 ഈശോ പറയുന്നു, ജോന നിനവയിലെ ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമായിട്ട് മാറി. ജോന അവിടെ ഈശോയെപ്പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല, മറിച്ച് അവിടെ ചെന്ന് പ്രഘോഷിച്ചു. ദൈവം 40 ദിവസം കഴിയുമ്പോൾ ഈ നഗരത്തെ നശിപ്പിക്കുവാൻ പോകുന്നു. കാരണം ഈ നഗരനിവാസികളെല്ലാവരും പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇത് കേട്ട മാത്രയിൽ നഗരത്തിലെ രാജാവ് ജനങ്ങളും വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുത്തു. എന്നിട്ട് അവർ പശ്ചാത്തപിച്ചു, പ്രാർത്ഥിച്ചു. ഈ നഗരം ഒരു വിജാതീയ നഗരമായിരുന്നു, അസിറിയ നഗരമായിരുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇവിടെ ജോനെ അയച്ച ദൈവം ഇവിടെയുണ്ട്. ആ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. എന്നിട്ടും ഈ യഹൂദ ജനത പശ്ചാത്തപിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ മനോഭാവത്തെ നമുക്ക് നോക്കാം. ഈ നോയമ്പ് കാലം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് മനസ്തപിക്കുന്നുണ്ടോ, പശ്ചാത്തപിക്കുന്നുണ്ടോ? ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.